ലോക്കലാന്നറിയാം. ഒരു 11:45 ആകുമ്പോഴേക്കും ചെല്ലാം. ഇത് എന്റെ വൈഫ് വിളിക്കുവാണ്, പക്ഷെ റേഞ്ച് ഇല്ല. നാഗ്പൂർ പോയിക്കൊണ്ടിരിക്കുക, റേഞ്ച് പോയി. സോറി, കാൺപൂർ പോയി. ഹോളിലായോണ്ട് ഞാൻ അതാണ്. പുള്ളിക്കാരിയിലും ഇല്ലാത്തതിന്റെ വിഷമം ഒരു വിഷമമില്ല. ഇന്ന് കുഴപ്പമില്ല. എന്താണ് ഇത് നമ്മളൊക്കെ ഉണ്ടായിരുന്നല്ലോ. നാളെ നമ്മളുകൂടെ പോയി കഴിയുമ്പോ ഒറ്റയായിപ്പോ. അന്നേരം ഞാൻ മൊത്തം ലൈഫായിരിക്കും. ലൈഫ് അതാണ് ലോകത്തിലെ എല്ലാ ആമ്പിള്ളേരും കല്യാണം കഴിഞ്ഞാൽ ബാച്ചിലർ ലൈഫ് ഭയങ്കര ഇഷ്ടം. എല്ലാം ഇഷ്ടമായി. ഒരു പൂക്കി വൈബ് ഉണ്ടെന്ന്. ഞങ്ങള് അതാ കഷ്ടമായി പോയി പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഗൈസോ ഓ ഇവിടെ വ്ളോഗിങ്ങില്ല. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനൊരു ഹായ്. ആ അടിപൊളി. ഒരുപാടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ? അപ്പം ഇറങ്ങുമ്പോ ബാക്കി ഇത് അതിലും താഴെ ഈ മുഖമാണ് ഈ മുഖം. മുഖം എടാ ആ ഫോട്ടോ ഒന്നുകൂടെ കാണിക്കോടാ. ഇത് അതിലും താഴെ. എവിടെ? ഇത് അതിലും താഴെ. ഇത് എത്ര വയസ്സുള്ളപ്പോഴാ? ഇതൊരു അല്ലുണ്ട്. മേ ബി 6 or 7 years. ഇതൊക്കെ ഞാൻ സ്കൂൾ ടൈപ്പ്. മേ ബി LKG UKG. 10 വർഷം കഴിഞ്ഞാൽ കാണാമല്ലോ. അപ്പം ഇതൊന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെക്കത്തില്ല ഇങ്ങനെ ആളുകളെ LKG UKG. നിങ്ങൾ കുറച്ച് റീസ്റ്റോർ ചെയ്തിട്ടേ അവിടെ ആ ഭാഗത്ത് ചെയ്താൽ നല്ലതായിരിക്കും. അതുപോലെ പ്ലാൻ ചെയ്ത് എല്ലാരും അറിയുന്നുണ്ട് കേട്ടോ. സ്നേഹയുടെ വേണോ? സ്നേഹം എന്തായാലും വേണം. എന്റെ ഒന്നുമില്ലടി. പിന്നെ ഞാൻ അതിലിപ്പോ സന്തോഷവാനാ. ഇതാ അല്ലല്ല ചേച്ചിയുടെ മോള്. ആ ഈ മുഖവും ആ മുഖവും കണ്ടേ. അതെ. ഇത് കണ്ട ഏകദേശം അതേപോലെ ഇപ്പൊ ഞങ്ങളുടെ കുട്ടിയുടെ കൂട്ടിരിക്കും. സെയിം. അലൻ ആഗ്നസ്. ഇപ്പൊ ഇവരെ കാണണം. പക്ഷെ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏകദേശം സിമിലർ ആണ്. കുറച്ച് കഴിയുമ്പോ ഇതെല്ലാം സമയമാവും. അത് എന്തുവാ, അല്ലുവിനെ കണ്ടാൽ എന്റെ കുഞ്ഞിലെ കൂട്ടിരിക്കും എന്ന രീതിക്കല്ല. അവന്റെ ഇതിലും കുഞ്ഞിലെ ഫോട്ടോ കണ്ടിട്ട് ഞാൻ ആദ്യം കാണിച്ച് സെയിം ഫേസ് സിമിലർ ആവുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോ ഇതെല്ലാം ഒരുപോലെ. അല്ല ഇവരൊക്കെ കാലം കഴിഞ്ഞാൽ ഈ ഫേസ് ഒക്കെ ഇവിടെ തന്നെ വേണമല്ലോ. എടാ അപ്പൊ ആദ്യം കാണിച്ച ഫോട്ടോ ഒന്ന് കാണിക്കണം. അത് ഞാൻ കാണിച്ചില്ല. എന്റെ സബ്സ്ക്രൈബേഴ്സിന് അതൊന്ന് കാണണം. അതൊക്കെ ഒരു ഓർമ്മയില്ലേടി. അയ്യോ പള്ളി മറിക്കുകയാണ്.
ഇത് ഏതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, മഹാബലിപുര. അവിടെ വേണമെങ്കിൽ പോവാം. അവിടെ ഒരു 1 hour നമ്മൾ പോകുന്ന അവിടെ നിന്ന്. നമ്മൾ ഈ പറയുന്ന BJPയുടെ അവിടെ നിന്ന് നമുക്കൊരു 1 hour വരും, ഈ പറഞ്ഞ മഹാബലിപുരം. ഓക്കെ, നമ്മളിലേക്ക് അങ്ങനെ വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യാം. ശരിപ്പിടാണ്ടോ? എല്ലാരും അറിയിക്കും. എന്നാ കയറിക്കോ, ചാർജ് എടുത്തേക്കാം. വൃത്തിയാണ് ലിപ്സ്റ്റിക് ഇടാത്തോണ്ട്. അത് സ്നോയ്ക്കകത്ത് ഇറങ്ങുമ്പോ എല്ലാം പോവും. വേണ്ട, ഒരു ദിവസം റെസ്റ്റ് കൊടുക്കാതെ ഉണ്ടെങ്കിൽ നൈസ് ആയിരിക്കും. അവര് വെള്ളം പിടിച്ച് ആ ബോഡീനെ സന്തോഷമായിട്ട് യാത്ര അയക്കും, ഡാൻസ് ഒക്കെ കളിച്ച്. ഇനി ഇത് കടക്കാൻ പോകുന്ന ഷോപ്പറമ്പ് വരെ അവർ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് പൂവൊക്കെ വിതറി ഇടയ്ക്ക് വരെ 2 പടക്കമൊക്കെ പൊട്ടിച്ച് പോകുന്ന സ്ഥലമാണ്. പപ്പ വണ്ടി മേടിച്ചത്, ഞങ്ങള് വണ്ടി മേടിച്ചത് ഒരേ സമയത്ത്. പപ്പയുടെ അവിടെ എല്ലാം കൂടെ 100 ആയിട്ട്, ഞങ്ങൾ 2000 കിലോമീറ്റർ. 100 കിലോമീറ്റർ ആയിട്ടില്ല ഇതുവരെയായിട്ട്. നമ്മള് 2000 കിലോ 1800 വെച്ചാ 1800 കഴിഞ്ഞു. 2 ദിവസം ഇല്ലാതെ 2000 കഴിഞ്ഞത്. പന്ത്രണ്ട് അമ്പത്തി പാവം വീട്ടിൽ. ഏത് ടോളാടാ? നമ്മുടെ ഇവിടുത്തെ പാലവേടി ടോൾ പ്ലാസ. നമുക്ക് ചില സമയത്ത് ലോക്കൽ എന്നൊക്കെ പറഞ്ഞ് ഇവര് നമുക്ക് ചിലപ്പോൾ വിടും. നമ്മുടെ ഇപ്പൊ ചാർജ് ഇല്ലെങ്കിൽ അവരത് മേടിക്കും. അപ്പോൾ ഞാൻ അത് ലോക്കൽ എന്നൊക്കെ പറയാം, ചിലപ്പോൾ അവരത് വിടും നമ്മളെ. കാരണം വണ്ടി അവർക്ക് അറിയാം ഇവിടെ വണ്ടി ഓടുന്നതാന്ന് പറഞ്ഞുള്ളതുകൊണ്ട്. എന്താ ലോക്കൽനാ ഇതാ. സോ നമ്മളിപ്പോ ഇങ്ങനെ ലോക്കൽ എന്ന് പറഞ്ഞപ്പോ അത് നമ്മളെ വിട്ടു. ഈ ഒരു സർക്കിളിലൊക്കെ മിക്കത് അവർക്ക് വിടും, കാരണം അവർക്ക് അറിയാം വണ്ടിയും ആളും കാണുമ്പോ ലോക്കലാണ്. ലോക്കലാന്നറിയാം. സോ നമ്മള് ആ ഒരു പ്രിവിലേജ് നമുക്കുണ്ട്. പിന്നെ ചില വണ്ടി ലോങ്ങിന് വരുമ്പോ അവർ അതിനെ ഒന്ന് എന്താ പറയുക, അവർ തന്നെ കട്ടാവും പൈസ എന്ന രീതിക്ക്. ഇതിപ്പോ റൂട്ട് ഏതാ? ഇതിപ്പോ നമ്മള് വണ്ടല്ലൂർ റൂട്ട് പോവാം. BJP എന്ന് പറയുന്ന സ്ഥലം നമ്മൾ കാണാൻ വേണ്ടി BJP സ്നോക്കിംഗ് വണ്ടല്ലൂർ ടൂറിസ്റ്റ് താമ്പരം വണ്ടല്ലൂരൊക്കെ. ഇവിടുന്ന് സ്ട്രേറ്റ് വിട്ട് നമുക്ക് സൂ ഒക്കെ വരും. വണ്ടല്ലൂർ സൂ ഇവിടുത്തെ ഫേമസ് ആണ് തമിഴ്നാട്ടിൽ, ചെന്നൈയില്. നമുക്ക് ഈ റൂട്ട് വിട്ടാൽ നമുക്ക് ബാംഗ്ലൂർ പോകാം, അല്ലെങ്കിൽ നാട്ടിൽ പോകാം. സോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ മേജർ ചെന്നൈ ഔട്ടർ റിംഗ് റോഡ്, ചെന്നൈ ORR. ഇതിപ്പം ഈ വഴി പോയ ട്രാഫിക് ഔട്ടർ റിംഗ് ആണല്ലേ ORR? അതെ, നമുക്ക് ഇവിടെ പോയാൽ ട്രാഫിക് ഇല്ലാതെ നമുക്ക് കയറാം, അല്ലെങ്കിൽ നമ്മൾ നിന്ന് നമ്മളൊരു വഴിയാവും. നമുക്കിപ്പോൾ 1.25 മണിക്കൂറോളം എടുക്കും അവിടെ വരെ ചെല്ലാൻ. പതിയെ പാട്ടൊക്കെ പാടി തുടങ്ങി ടൈൽ പാർക്ക് 1, സെക്കൻഡ് മുംബൈ, 3rd. വൺ ഓഫ് ദി ലാർജസ്റ്റ് IT പാർക്കിന്റെ ഒരു ബ്രാഞ്ചാണ് ഇത്. ബ്രാഞ്ചോ അല്ലെങ്കിൽ സെക്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ടൈഡൽ പാർക്ക്, പട്ടാപുരം ടൈഡൽ പാർക്ക്. സോ ഇത് വന്നതോടെ നമ്മുടെ ഈ പട്ടാപുരം ആവണി ഏരിയയുടെ മുഖച്ഛായ തന്നെ മാറി. ഇത് സ്റ്റാർട്ടായതുകൊണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ CM വന്ന് അതിന് ഇനോഗ്രേറ്റ് ഒക്കെ ചെയ്തതാണ് റീസെന്റ്. മേ ബി 1 or 2 months വേണമെങ്കിൽ പറയാം. സോ ഇത് വന്നതോടെ ഞങ്ങളുടെ ലൈഫിന്റെ സ്റ്റേറ്റസിനെ മാറും എന്നൊക്കെ പറയാം നമുക്ക്. സോ ഞങ്ങൾക്ക് ഒരു പ്രൗഡ് മൊമെന്റാണ്, കാരണം ഞങ്ങളുടെ ഏരിയയിൽ ഇത് ടൈറ്റിൽ പാർക്ക് വന്നു എന്ന് പറയാം. We are now entering into ECR Road, East Coast Road. സോ നമ്മുടെ ചെന്നൈയിൽ ആര് വന്നാലും ഈ ഒരു സ്പോട്ട് നമ്മുടെ മസ്റ്റ് വാച്ചബിൾ ആണ്, അല്ലെങ്കിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമായിരിക്കും ECR Road. ഇവിടുന്ന് സ്ട്രെയിറ്റ് നമ്മൾ പോയാൽ നമുക്ക് മഹാബലിപുരം, മാമല്ലപുരം എന്ന് പറയുന്ന സ്പോട്ട് വരും. പിന്നെ പോണ്ടിച്ചേരി നമുക്ക് ഈ വഴി പോകേണ്ട സാധ്യതയുണ്ട്. സോ നമ്മളിപ്പോൾ പോകുന്നത് സ്നോക്കിംഗ്. ഇതിപ്പോ നമ്മളിതിലല്ലേ പോകുന്നത്? നമ്മളിവിടെ പോകുന്നത് ഇങ്ങനെ പോയി തിരിഞ്ഞോട്ട് വരും. വണ്ടി കിടക്കുന്നുണ്ടോ? ഇതിലാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ എന്റെ മോൻ എന്നെ വ്യൂ ആണത്. അല്ല
നമ്മൾ ഒരു ഗ്രൂപ്പ് പറഞ്ഞു. ഇതെന്താണ് ഇത്? CGP, ഫാമിലി അമ്യൂസ്മെന്റ് പാർക്ക്. ഫാമിലി അമ്യൂസ്മെന്റ് പാർക്ക്. വേദാളങ്ങൾ നിൽക്കുന്നുണ്ടോ? നമ്മള് വരുന്ന ഇപ്പം സ്നോ പാർക്കിലാണ് നമ്മള്. സ്നോ കിങ്ഡം. ആ, എന്റെ സ്ഥലപ്പേര് പറഞ്ഞടാ. ഇഞ്ചിമ്പക്കോ? ഇഞ്ചാമ്പക്കം. Guys, we have reached Christmas CGP Abu. Snow Kingdom. പറഞ്ഞോ. ഗൈസ്, അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ്. ഇവിടെ 2 കോംബോ ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. 3 ആൻഡ് 4 കോംബോ മിക്സ്. ഒരു അഡൽട്ടിന് വരുന്നത് 950 ആണ്. അങ്ങനെ നമ്മൾ 3 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 വന്ന് ജംഗിൾ സഫാരി ഉണ്ട്. കോംബോ 4 വന്ന് ടൊൾഡി സിനിമ കൃഷ്ണൻ നമ്മൾ വണ്ടിക്കകത്ത് നിന്ന് പോകുന്നമാര് ഇടയ്ക്കുന്ന കുത്തുമ്പടിയൊക്കെ ആയിട്ട് ജംഗിൾ സഫാരി ആണെങ്കിൽ നമുക്ക് പാമ്പ് കഴിക്കാറും സംഭവമൊക്കെ നമുക്ക് കണ്ടിട്ട് പോകാം. നമ്മളിത്ര ഡ്രസ്സുകൾ മേടിക്കാൻ പോവുകയാണ്. ജാക്കറ്റ്സും മറ്റു കാര്യങ്ങളും അത് മേടിച്ചുകൊണ്ട് നമുക്ക് അകത്ത് വരാം. വരും. പശു. എനക്ക് ജാക്കറ്റ്. അവ എന്നെ KG സൈസാ. അക്ക എനക്കുള്ളത്. ആ, പാൻറ് കടയാതാ? പാൻറ് ഇല്ല. ആ, റിപ്പയർ. ഞാൻ കാറുവാടിക്ക് പോകാൻ തോന്നുന്നു. ഗ്ലൗസാ. ഇത്
ഗൈസ് നോക്കി ഇങ്ങനെ പോവാ. മേഘ മേടിച്ചിരിക്കുകയാണ്. ഞാനും അപ്പം കൂടെ പോയിട്ട് വരുന്നത്. ബാക്കി വന്നിട്ട് കാണാം. -8 degrees Celsius. അപ്പോൾ ചെന്നൈയിലെ കൊടും ചൂടിൽ -8 degrees Celsius യാത്ര. ഞങ്ങൾ കാടിക്കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നത് ജംഗിൾ സഫാരി. അപ്പൊ നമുക്ക് ജംഗിൾ സഫാരിയിലേക്ക് പോവാം. എപ്പോഴെങ്കിലും ചെന്നൈ വരുവാണെങ്കിൽ ചെന്നൈയിലെ കോളും ചൂട് നടത്തും ഈ -8 ഡിഗ്രി സെൽഷ്യസിലുള്ള എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ചെന്നൈയിലുള്ള ഇഞ്ചംപാക്കത്തിലുള്ള ഈസ്റ്റ് കുണ്ടത്തിലേക്ക് വരാവുന്നതാണ്.